Good afternoon. Good afternoon, miss. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചായിരുന്നോ? പഠിച്ചിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ? വായിച്ചു നോക്കിയില്ലേ? ഓക്കെ. നമ്മള് ഇന്ന് എടുക്കാൻ പോകുന്നത് സമുദ്രജല ഗതാഗതത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. ഗതാഗതത്തില് സമുദ്ര ജലഗതാഗതം. ഓക്കെ, എല്ലാവരും ഈ ടോപ്പിക്ക് മുമ്പ് വായിച്ചിട്ടുള്ളതാണോ? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ സമുദ്ര ജലഗതാഗതത്തെ കുറിച്ചിട്ട്? വായിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങാം. ഓക്കെ, സമുദ്രജല പാതകള്, സമുദ്രജല ഗതാഗതം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എന്താണ്? സമുദ്രജല പാതകൾ വരുമല്ലോ അതിനകത്ത് അല്ലെ? അതായത് സമുദ്രജല പാതകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണ് എന്ത്? എല്ലാ ഗതാഗതങ്ങളും എന്താണ്? മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ റോഡ് ഗതാഗതം ആയാലും അതുപോലെ തന്നെ വ്യോമ ഗതാഗതം ആയാലും റെയിൽ ആയാലും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ട്രാൻസ്പോർട്ടേഷന് കൂടുതലായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്ത്? സമുദ്ര ജല ഗതാഗതം. ഓക്കെ, അന്താരാഷ്ട്ര വാണിജ്യത്തിനും അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങൾ തമ്മിലുള്ള ഗതാഗതത്തിനും ഈ ഗതാഗത മാർഗം ഉപയോഗിക്കുന്നു. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് സമുദ്ര ജല ഗതാഗത മാർഗം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. കൂടുതലായിട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സമുദ്ര ജല ഗതാഗത മാർഗം ഉപയോഗിക്കുന്നത്? ഗുഡ്സ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും നമ്മള് ഈ ഒരു മാർഗം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മുടെ രാജ്യത്തിനകത്ത് മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത് അല്ലെ? അല്ലല്ലേ, രാജ്യത്തിനകത്തും അതായത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഗതാഗതത്തിനും അതുപോലെ തന്നെ എന്താ പറയാ, രാജ്യങ്ങൾ തമ്മിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള വാണിജ്യത്തിനും എന്ത് സഹായിക്കുന്നുണ്ട്? ഈ ഒരു ഗതാഗത മാർഗം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിന്റെ ഏകദേശം 95% സമുദ്രമാർഗമാണ് നടത്തപ്പെടുന്നത്. അപ്പൊ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള നമ്മുടെ വാണിജ്യ വ്യവസായത്തിന്റെ 95% ഏത് ഗതാഗതത്തിലൂടെയാണ് നമുക്ക് സാധ്യമാകുന്നത്? സമുദ്ര ഗതാഗതത്തിലൂടെയാണ് സാധ്യമാകുന്നത് കേട്ടോ. സമുദ്ര ഗതാഗതം. ഓക്കെ, ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗവും എന്ത് തന്നെയാണ്? ജലഗതാഗതമാണ് അല്ലെ? ഓക്കെ, ഇതിനായി അതായത് നമുക്ക് പ്രധാനമായിട്ടും സമുദ്ര ഗതാഗതത്തിനായിട്ട് ആശ്രയിക്കാവുന്ന പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് തുറമുഖങ്ങളാണ്. ഓക്കെ, തുറമുഖങ്ങളാണ് കേട്ടോ. തുറമുഖങ്ങളാണ് ഈ വാണിജ്യത്തിന്, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ഒരുക്കി കൊടുക്കുന്നത് ആരാണ്? അത് തുറമുഖങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ മറ്റു ഭാഗത്തുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ, ഇപ്പൊ ദ്വീപുകളൊക്കെ പെടുന്നിട്ട് ലക്ഷദ്വീപ് ആയാലും ആൻഡമാൻ നിക്കോബാർ ആയാലും അവിടെ സാധനങ്ങളും സേവനങ്ങളും എത്തിക്കുന്നത് എന്തിലൂടെ മാത്രമാണ് നമുക്ക് എത്തിക്കാൻ സാധിക്കുക? എന്തിലൂടെയാണ് എത്തിക്കാൻ സാധിക്കുക? ഈ ഗതാഗതം, അതായത് ജലഗതാഗത മാർഗത്തിലൂടെ മാത്രമാണ് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ സമുദ്ര ഗതാഗതത്തില് മേജറായിട്ട് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് തുറമുഖങ്ങളെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ തുറമുഖങ്ങൾ എന്ന് പറയുന്ന മേജർ ടോപ്പിക്സ്, അതൊരു എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് തുറമുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ തുറമുഖങ്ങളെ കുറിച്ച് പറയാണ്. ഇന്ത്യയിൽ മേജർ തുറമുഖങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര സർക്കാരും ചെറുകിട തുറമുഖങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന സർക്കാരുമാണ്. ഇപ്പൊ മേജർ തുറമുഖങ്ങളാണെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലാണ് നടക്കുക. ഇനി ചെറുകിട തുറമുഖങ്ങളാണെങ്കിൽ അത് സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിലാണ് നടക്കുക കേട്ടോ. ഓക്കെ, ഇനി
വിദേശ വ്യാപാരത്തിന്റെ വലിയൊരു വിഹിതവും മേജർ തുറമുഖങ്ങളാണ്. ഓക്കെ, അതായത് നമുക്ക് വിദേശികളുമായിട്ട് കൂടുതൽ കച്ചവടം നടക്കുന്നു, അവരുമായിട്ട് വാണിജ്യം നടക്കുന്നു, വ്യാപാരം നടക്കുന്നു. അപ്പൊ ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത്, വലിയൊരു വിഭാഗവും ഇത് നമ്മളെ സഹായിക്കുന്നത് ഇന്ത്യയിൽ ഉള്ള മേജർ തുറമുഖങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോ ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ മേജർ തുറമുഖങ്ങളുടെ മേൽനോട്ടം കേന്ദ്ര സർക്കാരിനാണ്. എന്നാൽ ചെറുകിട തുറമുഖങ്ങളുടെ മേൽനോട്ടം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനാണ്. ഓക്കെ, ഇനി വിദേശ വ്യാപാരത്തിന്റെ വലിയൊരു വിഹിതവും കൈയാളുന്നത് അല്ലെങ്കിൽ അതിന് സൂപ്പർവിഷൻ നൽകുന്നത് മേജർ തുറമുഖങ്ങളാണ്. ഓക്കെ, ഇനി മേജർ തുറമുഖങ്ങളുടെ സുരക്ഷാ ചുമതല വഹിക്കുന്നത് ആരാണ്? അതായത് ഈ തുറമുഖങ്ങളിലൊക്കെ എന്തായാലും സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ഏത് വിഭാഗമാണത്? ഏത് വിഭാഗമാണ് ആ ഒരു തുറമുഖങ്ങളുടെ സുരക്ഷാ ചുമതല വഹിക്കുന്നത്, പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തിട്ടുള്ളത്? ഏതാണെന്ന് പറയാമോ? ഏത് സുരക്ഷാ സേനയാണത്? നമ്മൾ പല സേനകളും പഠിച്ചിട്ടുണ്ട് അല്ലെ, മുമ്പേയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാം, വായിച്ചു വന്നിട്ടുള്ളതാണ്. അർദ്ധസൈനിക വിഭാഗങ്ങളൊക്കെ കുറെ ഉണ്ട് അല്ലെ നമുക്ക്. അതുപോലെ തന്നെ ഈ ഒരു തുറമുഖങ്ങളുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന ഒരു സുരക്ഷാ സേന നമുക്കുണ്ട്. ആർക്കെങ്കിലും പേരറിയാവോ? പേരറിയാമോ? ഏതാണ് ആ സുരക്ഷാ സേന ഇന്ന്? നാവികസേന. നൗസിയ അറിയാമോ മോളെ? നൗസിയ ഇല്ല, അറിയില്ല. ആരും കമന്റ് ചെയ്യുന്നില്ല. ഓക്കെ, CISF ആണ് കേട്ടോ, സെൻട്രൽ ഇൻഡസ്ട്രിയൽ ഫോഴ്സ് ആണ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ ഫോഴ്സ് കേട്ടോ, CISF കേട്ടോ. അവരാണ് ആരുടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്? സുരക്ഷാ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് മേജർ തുറമുഖങ്ങളുടെ സുരക്ഷാ ചുമതല വഹിക്കുന്നത്. മേജർ തുറമുഖങ്ങളിൽ പോയി കഴിഞ്ഞാല് നമുക്ക് CISF എന്ന് പറയുന്ന സുരക്ഷാ സേനയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുക. അവരാണ് അവിടെ കാവല് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇന്ത്യയിൽ തുറമുഖങ്ങളുടെ നിയന്ത്രണ ചുമതലയുള്ളത് ആർക്കാണ്? ഇന്ത്യയില് തുറമുഖങ്ങളുടെ നിയന്ത്രണം, കൺട്രോൾ ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചാല് അത് പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യക്കാണ്. ഓക്കെ, ഇന്ത്യയിൽ തുറമുഖങ്ങളുടെ നിയന്ത്രണ ചുമതലയുള്ളത് പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ആർക്കെങ്കിലും ക്യാച്ച് ചെയ്യാൻ പറ്റാത്തതുണ്ടോ? നിർത്തി പറയുന്നു, അങ്ങോട്ട് എഴുതാനായിട്ട് പറ്റുന്നില്ല. നിർത്തി പറയണം അല്ലെ? ഓക്കെ, ആദ്യത്തെ CISF എഴുതിയോ? ഫുൾ ഫോം ഒന്നുകൂടെ പറയോ? സെൻട്രൽ ഇൻഡസ്ട്രിയൽ ഫോഴ്സ് ആണെന്ത്? CISF. ഓക്കെ, സെൻട്രൽ ഇൻഡസ്ട്രിയൽ ഫോഴ്സ്. ഓക്കെ, ഇനി ഞാൻ നാലാമത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുവരെ 4 പോയിന്റ്സ് പറഞ്ഞു. 3 പോയിന്റ്സ് എഴുതിയെടുത്തോ? എഴുതിയെടുക്കുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഓക്കെ, ഇനി ഇന്ത്യയിൽ തുറമുഖങ്ങളുടെ നിയന്ത്രണ ചുമതലയുള്ളത് പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യക്കാണ് കേട്ടോ. പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യക്കാണ് ഇന്ത്യയിലെ തുറമുഖങ്ങളുടെ നിയന്ത്രണ ചുമതലയുള്ളത്. ഓക്കെ, ഇനി നമ്മള് ഈ ഒരു ജലഗതാഗതം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു തുറമുഖങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വേർഡ് ഉണ്ട്, ഡോക്ക് എന്ന ഒരു വേർഡ് നമ്മൾ റാങ്ക് ഫയലിലൊക്കെ കാണാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഡോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കപ്പലിന്റെ ചരക്കിറക്കുന്നതും കയറ്റുന്നതും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതുമായ തുറമുഖത്തിന്റെ ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? ഡോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കപ്പല് വന്നു കഴിഞ്ഞാല് ചരക്കിറക്കുന്ന ഭാഗം അല്ലെങ്കിൽ ചരക്ക് കയറ്റുന്ന ഭാഗം അല്ലെങ്കിൽ എന്താ പറയാ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ഭാഗം, ഇതിനൊക്കെ പറയുന്ന പേരെന്താ? ഒരൊറ്റ വേർഡിൽ പറയുന്ന പേരെന്താ? ഡോക്ക് എന്നാണ് അറിയപ്പെടുക കേട്ടോ. ക്ലിയർ ആണോ? പറഞ്ഞത് ഓക്കെ, പറയാം കേട്ടോ. ഒന്നും കൂടി പറയാം. കപ്പലിന്റെ ചരക്കിറക്കുന്നതും കയറ്റുന്നതും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതുമായ തുറമുഖത്തിന്റെ ഭാഗം അറിയപ്പെടുന്നത് ഡോക്ക് എന്നാണ്.
ഡോക്ക് എന്നാണ്. ഓക്കെ, എത്ര തുറമുഖങ്ങളാണ് നമുക്കുള്ളത് നിലവില് ഇപ്പോ പ്രസന്റ് കണ്ടീഷനിൽ? 13. മേജർ അല്ലേ 13? എത്ര തുറമുഖങ്ങളുണ്ട്? മേജർ തുറമുഖങ്ങൾ എത്ര ഉണ്ട്? 13. 13 12. ആണോ? 13 തന്നെയാണോ? ഒന്ന് കമന്റ് ചെയ്തേ, നിങ്ങൾ എത്ര തുറമുഖങ്ങളുണ്ട് മേജർ തുറമുഖങ്ങള്? 12 ആണ്. 12. രാജ്യാന്തര തുറമുഖങ്ങൾ എന്ന് കൂടി അറിയപ്പെടും കേട്ടോ. മേജർ തുറമുഖങ്ങളെ രാജ്യാന്തര തുറമുഖങ്ങൾ എന്ന് അറിയപ്പെടും. നിലവില് ഇപ്പൊ പറഞ്ഞ പോലെ 13 രാജ്യാന്തര തുറമുഖങ്ങള് ആണ് ഇന്ത്യയിലുള്ളത്. 2024 കണക്കനുസരിച്ച് 13 രാജ്യാന്തര തുറമുഖങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, ഇനി സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസം ഒരു തുറമുഖം കമ്മീഷൻ ചെയ്യും. അതിലൂടെ ഇന്ത്യയില് 14 മേജർ തുറമുഖങ്ങളാണ് പിന്നെ ഉണ്ടാവുക. അപ്പൊ ഏതായിരിക്കും ആ തുറമുഖം കമ്മീഷൻ ചെയ്യുന്നത്? വിഴിഞ്ഞം തുറമുഖമാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. വിഴിഞ്ഞം കൂടി കൂട്ടി. വിഴിഞ്ഞം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തുറമുഖമാണ്. കാരണം ഒരു മാർക്ക് നിങ്ങൾക്ക് ഏതൊരു എക്സാമിനും ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ആ ഒരു ടോപ്പിക്കാണ് വിഴിഞ്ഞം. നമ്മൾ കൂടുതലായിട്ട് വിഴിഞ്ഞത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് ആ 13 തുറമുഖങ്ങൾ നോക്കാം കേട്ടോ. ഓക്കെ, വിഴിഞ്ഞം കൂടാതെ ഏതൊക്കെയാണ് 13 തുറമുഖങ്ങൾ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടങ്ങാം അല്ലെ. നമ്മുടെ കേരളത്തില് വിഴിഞ്ഞം ഇപ്പൊ ചേർക്കണ്ട, കേരളത്തില് തുറമുഖം പറഞ്ഞേ ഫേമസ് ആയിട്ട് കൊച്ചി തുറമുഖം അല്ലെ. ആദ്യത്തേതാണ് കൊച്ചി. ഓക്കെ, അത് കേരളത്തിലാണ് ആ തുറമുഖം വരുന്നത്. രണ്ടാമത്തത് ഏന്നൂറാണ്. ഏന്നൂർ തുറമുഖം അല്ലെ. സ്ഥലം എവിടെയാണ്? തമിഴ്നാട്. ഏന്നൂറ് തമിഴ്നാട് കേട്ടോ. ഓക്കെ, മൂന്നാമത്തേത് തമിഴ്നാട്ടിൽ തന്നെ വേറൊരു തുറമുഖമുണ്ട്. ഏതാ? ചെന്നൈയുണ്ട്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, തൂത്തുക്കുടി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ കൊച്ചി പഠിച്ചല്ലേ. കൊച്ചിയില് എന്തുണ്ട്? ഒരു തുറമുഖമുണ്ട്. നമ്മുടെ കൊച്ചി ഒരു തുറമുഖമാണ്. നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് പോയി. ഏന്നൂർ എന്ന് പറയുന്നത് അല്ലെ, അതൊരു തുറമുഖമാണ്. ചെന്നൈ ഒരു തുറമുഖമാണ്. അടുത്തത് തൂത്തുക്കുടി, അതും എന്താണ്? ഒരു തുറമുഖമാണ്. ഇപ്പൊ എത്രണ്ണം പറഞ്ഞു നമ്മള്? 4 അല്ലെ. കൊച്ചി, ഏന്നൂർ, ചെന്നൈ, തൂത്തുക്കുടി. അടുത്തത് പോർട്ട് ബ്ലെയർ ആണ്. ഓക്കെ, അതെവിടെയാ പോർട്ട് ബ്ലെയർ തുറമുഖം? ആൻഡമാൻ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ്. കേന്ദ്രഭരണ പ്രദേശമാണല്ലോ ആൻഡമാൻ ആൻഡ് നിക്കോബാർ. പോർട്ട് ബ്ലെയർ ഒരു തുറമുഖമാണ്. അടുത്തത് കൊൽക്കത്ത തുറമുഖം. അതെവിടെയാ? സംസ്ഥാനം എവിടെയാ കൊൽക്കത്ത തുറമുഖം? വെസ്റ്റ് ബംഗാളാണ്. മഹാരാഷ്ട്ര അല്ലാട്ടോ ഷിജിൻ വർഗീസ്. വെസ്റ്റ് ബംഗാളിലാണ് കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. കാണ്ഡല തുറമുഖം. കാണ്ഡല എവിടെയാ? ഗുജറാത്ത്. കാണ്ഡല തുറമുഖം ഗുജറാത്താണ്. അടുത്തത് മംഗലാപുരം തുറമുഖം എവിടെയാ? മംഗലാപുരം കർണാടക. ദക്ഷിണ കന്നഡയിലാണ് കേട്ടോ മംഗലാപുരം വരുന്നത്. നമ്മൾക്കിപ്പോ അറിയാല്ലേ, നമ്മുടെ പേരെ ന്യൂസിലൊക്കെ ചർച്ച ചെയ്തിരിക്കുന്ന ഒരു വിഷയമാണ് ഷിരൂർ എന്ന് പറയുന്നത് അല്ലെ. അതായത് ലാൻഡ് സ്ലൈഡ് നടന്ന ഒരു പ്രദേശമാണ്. അത് ഉത്തര കന്നഡയിലാണ് വരുന്നത് കേട്ടോ. ഉത്തര കന്നഡയിൽ പെടുന്ന പ്രദേശമാണ് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മള് ന്യൂസിലൊക്കെ ചർച്ച ചെയ്യുന്ന ഷിരൂർ എന്ന് പറയുന്ന സ്ഥലം. എന്നാൽ മംഗലാപുരം എന്ന് പറയുന്നത് ദക്ഷിണ കന്നഡയിലാണ് വരിക കേട്ടോ. ദക്ഷിണ കന്നഡ പ്രദേശത്താണ് മംഗലാപുരം വരിക. ഓക്കെ, നമ്മുടെ കേരളത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ അന്യസംസ്ഥാന തുറമുഖമാണെന്ത്? മംഗലാപുരം തുറമുഖം. മർമഗോവ. മംഗലാപുരത്ത് നിന്ന് കുറച്ച് നീങ്ങിയിട്ട് അല്ലെ. എവിടെയാ മർമഗോവ? മർമഗോവ ഗോവയിലാണ്. മുംബൈ തുറമുഖം. മുംബൈ മഹാരാഷ്ട്ര. മുംബൈ
മഹാരാഷ്ട്രയിലാണ്. ദെൻ അടുത്തത് ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് നേവാഷേവ തുറമുഖം എന്ന് അറിയപ്പെട്ടിരുന്നു. അതേതാ, എവിടെയാ? മുംബൈയില്. മുംബൈ. അത് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് കേട്ടോ. അപ്പൊ ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് അഥവാ നേവാഷേവ തുറമുഖം മഹാരാഷ്ട്ര. ദെൻ പാരാദ്വീപ്. പാരാദ്വീപ് തുറമുഖം. പാരാദ്വീപ് തുറമുഖം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷ. ഒഡീഷയാണ് അല്ലെ. ഓക്കെ. ദെൻ വിശാഖപട്ടണം. വിശാഖപട്ടണം. ആന്ധ്രാപ്രദേശ്. വിശാഖപട്ടണം എവിടെയാ? ആന്ധ്രാപ്രദേശ്. ദെൻ 14ാമത്തത് വരുന്നത് എവിടെയാണ്? എവിടെയാ വരുന്നത്? വിഴിഞ്ഞം, കേരളം. കേട്ടോ. അപ്പൊ 13 ഞാൻ ആദ്യം പറഞ്ഞു, പിന്നെ ഒന്നും കൂടി ഇപ്പൊ പറഞ്ഞു. കേട്ടോ. അപ്പൊ നമ്മൾക്കൊരു കാര്യം ചെയ്യാം. ഇതിനൊന്ന് മാപ്പ്, അതായത് പോയിന്റ് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ഇന്ത്യയുടെ മാപ്പ് ഒന്ന് വരയ്ക്കാം. കീഴ്ഭാഗം മാത്രമായിട്ട് കേട്ടോ. ഉപദ്വീപ് ഒക്കെ നമ്മൾ വരയ്ക്കില്ല, ഒരു എന്താ പറയാ, താഴെ കാണുന്ന ഒരു ഷേപ്പിലുള്ള ത്രികോണാകൃതിയിലുള്ള ആ ഒരു ഇതില് മാപ്പ് വരയ്ക്കാം കേട്ടോ ബുക്കില്. എന്നിട്ട് നമ്മള് ഇതില് ആ ഒരു മാപ്പിൽ ഇതിനെ നമ്മൾ തിരിക്കുക അല്ലെ. അതായത് കിഴക്കൻ തീര തുറമുഖം എന്നും പടിഞ്ഞാറൻ തീര തുറമുഖം എന്നും നമുക്ക് എന്തിനെ മാപ്പ് ചെയ്യാം? ഈ പോയിന്റുകൾ ചെയ്യാം. അതായത് ഈ 14 തുറമുഖത്തെ നമ്മൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, ഈ മാപ്പിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, റെഡിയാണോ നിങ്ങൾ ചെയ്യാനായിട്ട്? റെഡിയാണ്. ഓക്കെ. അപ്പൊ നമ്മൾക്ക് ആദ്യം എന്തിനെ മാപ്പ് ചെയ്യണം? ആദ്യം നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങാം അല്ലെ. തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങാം, ഏറ്റവും താഴെ കേട്ടോ. അപ്പൊ ഏതാ ലെഫ്റ്റ് സൈഡിലാ വരുന്നത്? പടിഞ്ഞാറൻ ഭാഗമല്ല വരുന്നത് തമിഴ്നാടൊക്കെ? അല്ല, സോറി കേട്ടോ, തെറ്റിപ്പോയി. റൈറ്റ് സൈഡ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തമിഴ്നാടിനെ ഒന്ന് പോയിന്റ് ചെയ്യാം. ഓക്കെ, റൈറ്റ് സൈഡ് ആണ് കേട്ടോ വരുന്നത്. അതായത് പൂർവ്വ തീര തുറമുഖങ്ങള് കിഴക്കൻ ഭാഗത്തായിട്ടാണ് നമ്മള് പോയിന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആണോ? അതെ. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് പോയിന്റ് ചെയ്യണം? ആദ്യം നമുക്ക് തൂത്തുക്കുടി അടയാളപ്പെടുത്താം. ഓക്കെ, റൈറ്റ് സൈഡ് ആയിട്ട് ആ തമിഴ്നാടിന്റെ ഭാഗത്തായിട്ട് തൂത്തുക്കുടി അടയാളപ്പെടുത്തുക. ഓക്കെ, ഇനി അതിന്റെ മുകളിലായിട്ട് എണ്ണൂറ് പോയിന്റ് ചെയ്യുക കേട്ടോ. തൊട്ട് മുകളിലായിട്ട് മതി കേട്ടോ, 800. ദെൻ അതിന്റെ മുകളിൽ ചെന്നൈ കൊടുക്കാം കേട്ടോ. ചെന്നൈ കൊടുക്കാം. അടയാളപ്പെടുത്തിയോ? ഓക്കെ. അടുത്ത ഏതാ വരിക? തൊട്ട് മുകളിലെ സംസ്ഥാനം ഏതാ? തമിഴ്നാടിന്റെ തൊട്ട് മുകളിലുള്ള ഏത് സംസ്ഥാനം? കിഴക്കൻ തീരം. ആന്ധ്രാപ്രദേശ് അല്ലെ. ഓക്കെ. അപ്പൊ ഏതാ തുറമുഖം വരിക? വിശാഖപട്ടണം അടയാളപ്പെടുത്തുക. ഓക്കെ. ഇനി അടുത്ത എന്താ വരിക? ഏത് സംസ്ഥാനം വരിക? ഒഡീഷ. ഒഡീഷയിൽ ഏത് തുറമുഖമാണുള്ളത്? ഒഡീഷയില് പാരാദ്വീപ്. പാരാദ്വീപ് അടയാളപ്പെടുത്തുക കേട്ടോ. അതിന് മുകളിലായിട്ട് പോവുക കേട്ടോ. ഏകദേശം ഒരു ആ രാജ്യത്തിന്റെ ഒരു എന്താ പറയുക, സോറി, ആ ഒരു സംസ്ഥാനത്തിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ആ ഒരു സ്ഥലത്ത് അടയാളപ്പെടുത്തുക കേട്ടോ. പാരാദ്വീപ്, ഒഡീഷ. ദെൻ അടുത്തത് എന്താ വരിക? നേരെ മുകളിലായിട്ട് എന്ത് വരും? വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളാണ്. കൊൽക്കത്ത തുറമുഖം വരും കേട്ടോ. കൊൽക്കത്ത തുറമുഖം വെസ്റ്റ് ബംഗാളിൽ വരും. ഓക്കെ. അവിടുത്തെ കഴിഞ്ഞില്ലേ? ഇനിയുണ്ടോ? കിഴക്കൻ തീരത്ത് ഇനിയുണ്ടോ?
ഇല്ല. നോക്കിയോ ഇല്ല. ഉണ്ടോ ഇനി? പോർട്ട് ബ്ലെയർ മാത്രമല്ലേ ഇനി? പോർട്ട് പ്ലെയർ ഉണ്ട് അല്ലെ? അതാണ് ഞാൻ ചോദിച്ചത്. പോർട്ട് പ്ലെയർ ഉണ്ട്. അതപ്പോ നമ്മൾ എങ്ങനെ അടയാളപ്പെടുത്തും? ആ കിഴക്കൻ തീരത്തുനിന്ന് നീങ്ങി എന്ത് ചെയ്യാം? ഒരു ദ്വീപ് വരച്ചു വയ്ക്കുക. അവിടെ നിങ്ങള് പോർട്ട് ബ്ലെയർ തുറമുഖം എന്ന് അടയാളപ്പെടുത്തിയിരിക്കുക കേട്ടോ. ഇപ്പൊ ടോട്ടൽ എത്ര തുറമുഖങ്ങളായി കിഴക്കൻ തീരത്ത്? 7. 7. ഓക്കെ. ഇത് നമുക്ക് നേരെ എന്ത് ചെയ്യാം? പടിഞ്ഞാറ് തീരപ്രദേശത്തേക്ക് വരാം അല്ലെ? ഓക്കെ, പടിഞ്ഞാറ് തീരപ്രദേശത്തേക്ക് വരാം. ഇവിടെ നമ്മുടെ ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ടത് ഏതാ? ആദ്യം ഏതാ അടയാളപ്പെടുത്തേണ്ടത്? കേരളം. ഏതാ? കേരളം. കൊച്ചി തുറമുഖം. കൊച്ചി അടയാളപ്പെടുത്തുക കേട്ടോ. കൊച്ചി അടയാളപ്പെടുത്തുക. വിഴിഞ്ഞം അടയാളപ്പെടുത്താലോ? വിഴിഞ്ഞ അടയാളപ്പെടുത്താൻ നമുക്ക് കേട്ടോ. ഇത് ലാസ്റ്റ് മതി, ഇപ്പൊ വേണ്ട. കൊച്ചി അടയാളപ്പെടുത്താം. ഇനി അടുത്തത് എങ്ങോട്ടാ പോകുന്നത് നമ്മള്? കർണാടക. ഇനി എങ്ങോട്ടാ പോണേ? ഞാൻ പറഞ്ഞു അല്ലേ, കേരളത്തിനടുത്ത് എന്റെ സംസ്ഥാനത്ത് തുറമുഖം ഏതാ? വലിയ സംസ്ഥാനത്ത് ചെയ്യുന്ന മംഗലാപുരം. മംഗലാപുരം കേട്ടോ. മംഗലാപുരം കർണാടക. കൊച്ചി കഴിഞ്ഞാല് പിന്നെ ഉള്ള തുറമുഖം ഏതാ? പിന്നെ ഉള്ളതാണ് മംഗലാപുരം തുറമുഖം. അടുത്തത് ഏതാ? മഹാരാഷ്ട്ര. മംഗലാപുരം കഴിഞ്ഞാൽ ഏതാ പിന്നെ തുറമുഖം? മർമഗോവ തുറമുഖം കേട്ടോ. മർമഗോവ തുറമുഖം, അത് ഗോവ. ഓക്കെ, മർമഗോവ തുറമുഖം ഗോവ. പിന്നെ ഏതാ വരിക? മുംബൈ. മഹാരാഷ്ട്ര. അല്ലേ? മുംബൈ തുറമുഖം മഹാരാഷ്ട്ര വരും. മുംബൈ തുറമുഖം മഹാരാഷ്ട്ര. അത് കഴിഞ്ഞാല് അതിന് മുമ്പായിട്ട്, അതായത് മുംബൈക്ക് ശേഷം നിങ്ങൾ അടയാളപ്പെടുത്തുക ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് നേവാശേവ തുറമുഖം മഹാരാഷ്ട്ര. ഓക്കെ, ഇനി ഏതാ? ഒരെണ്ണം കൂടി ഉണ്ടല്ലോ ആ സൈഡില്. മധ്യപ്രദേശ്. ഗുജറാത്ത്. കാണ്ഡ. കാണ്ഡല തുറമുഖം ഗുജറാത്ത്. ഓക്കെ, അപ്പൊ ഈ ഒരു പടിഞ്ഞാറൻ സൈഡിൽ എത്ര എണ്ണമായി അടയാളപ്പെടുത്തിയിരിക്കുന്നത്? 6. 6 അല്ലെ? അപ്പൊ കിഴക്കൻ തീരത്ത് 7 തുറമുഖങ്ങള്, പടിഞ്ഞാറൻ തീരത്ത് 6 എണ്ണം. ഓക്കെ, ഇപ്പൊ നിലവിൽ എത്ര എണ്ണമാണ്? 13 എണ്ണമാണ് ഉള്ളത്. ഇനി എന്ത് ചെയ്യാ? നിങ്ങള് കൊച്ചിയുടെ താഴെയായിട്ട് എന്ത് ചെയ്യാ? വിഴിഞ്ഞെന്നും കൂടി ഒന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിന്റെ നേരെ പ്രത്യേകം എഴുതണം വരാൻ പോകുന്നത് കേട്ടോ. വന്നിട്ടില്ല, വരാൻ പോകുന്നേ ഉള്ളൂ കേട്ടോ. ഒക്ടോബർ സെപ്റ്റംബർ മാസത്തിലാണ് കമ്മീഷൻ ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങള്? അതെ. ദിവ്യ പ്രതീക്ഷ ആ മാപ്പിലോട്ട് നോക്കാതെ ഒന്ന് പറഞ്ഞേ മോളെ. കിഴക്കൻ തീരത്തും അതുപോലെ ഇപ്പൊ നീ മോളിപ്പോ എഴുതിയ ഒരു ഐഡിയ ഉണ്ടല്ലോ. കിഴക്കൻ തീരത്ത് ഇത്ര ഉണ്ട്, ഇന്നതുണ്ട്. പടിഞ്ഞാറൻ തീരത്ത് ഇത്ര ഉണ്ട്, ഇന്നതുണ്ട്. അതൊന്ന് പറയാമോ? വെസ്റ്റ് ബംഗാളില് താഴ്ത്തുനിന്ന് തുടങ്ങുന്നതാണ് കൂടുതൽ എളുപ്പം കേട്ടോ. ഏറ്റവും സൗത്തിന്ന് തുടങ്ങും. തൂത്തുക്കുടി, തമിഴ്നാട്ടിൽ. ഫസ്റ്റ് വൺ തൂത്തുക്കുടി, സെക്കൻഡ് ചെന്നൈ, തേർഡ് വൺ എണ്ണൂർ, ഫോർത്ത് വൺ വിശാഖപട്ടണം, പാരദ്വീപ്, കൊൽക്കത്ത, ലാസ്റ്റ് വൺ പോർട്ട് ബ്ലെയർ. ലെഫ്റ്റ് സൈഡില് പടിഞ്ഞാറൻ തീരത്ത് കൊച്ചി, മംഗലാപുരം,
മർമഗോവ, ഉം, മുംബൈ, ഉം. നേവാഷേവ, കാണ്ട്ല. ഓക്കെ, ഇനി ഒരാളും കൂടി ഒന്ന് പറഞ്ഞേ, അതിനകത്ത് നോക്കാതെ. ആരാ പറയാ? ഒരാളൊന്ന് പറയാം കേട്ടോ. വേറെ ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. റീഷ്ന സുരേഷ് ഒന്ന് പറഞ്ഞേ. ചെന്നൈ, ഉം. എണ്ണൂര്, ആ, വിശാഖപട്ടണം, ആ, പാരാദ്വീപ്, ഉം, കൊൽക്കത്ത, ആ, പോർട്ട് ബ്ലെയർ, ആ. ഓക്കെ. കൊച്ചി, ഉം, മംഗലാപുരം, ഉം, മർമഗോവ, കാണ്ട്ല, ആ. മുംബൈ, ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ്, വിഴിഞ്ഞം. ഓക്കെ. ഇനി നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് പറയുന്നത് ഇവിടെ. നമുക്ക് എന്തായാലും ഒരു മാർക്ക് എന്ത് കിട്ടും, ഇതിനെ കിട്ടുന്നത് പഠിച്ചു കഴിഞ്ഞാൽ. കാരണം കറന്റ് ആണ് അല്ലെ, കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ്, ഇത് നമ്മുടെ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ വിഴിഞ്ഞം എന്ന ഹെഡിങ് കൊടുക്കാം കേട്ടോ നിങ്ങള്. വിഴിഞ്ഞം തുറമുഖം. കൂടുതലായിട്ട് ആർക്കെങ്കിലും അറിയാമോ വിഴിഞ്ഞത്തെ കുറിച്ച്? എന്തെങ്കിലും പോയിന്റ്സുകൾ പറയാനുണ്ടോ വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ചിട്ട്? ഉണ്ടോ? ഋതീഷേ, വിഴിഞ്ഞത്തെ കുറിച്ച് കൂടുതൽ കേട്ടിട്ടുണ്ടോ? വിഴിഞ്ഞം കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയില് ആ, നെയ്യാറ്റിൻകര ആ, താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ, സ്ഥിതി ചെയ്യുന്നത്. ആ, ഓക്കെ. പിന്നെന്താണ്? അദാനി ഗ്രൂപ്പാണ് അതിന്റെ. ആ, അദാനി ഗ്രൂപ്പാണ് അതിനെന്താണ് കുറച്ച് കോൺട്രിബ്യൂഷൻ ചെയ്യണത് അല്ലേ? ഓക്കെ. പിന്നെ ഓക്കെ, പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പോട് കൂടിയിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പോട് കൂടിയിട്ടാണ് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം ആരംഭിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, പിന്നെ ഇത്രേ ഉള്ളൂ. ഉദ്ഘാടനം ചെയ്തത് എന്താണെന്ന് അറിയാമോ വിഴിഞ്ഞം പദ്ധതി? ജൂലൈ 11th ആണ്. നമുക്ക് നോക്കാമല്ലോ എന്താണെന്ന്. അപ്പോ പറഞ്ഞു തുടങ്ങട്ടെ എന്നാ? പറഞ്ഞോട്ടെ. ഓക്കെ, അതായത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔദ്യോഗിക നാമം, അതായത് ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്നാണ് കേട്ടോ. വിഴിഞ്ഞം. ഞാൻ പറയുന്ന ഓരോ പോയിന്റ്സും ശ്രദ്ധിച്ചിരിക്കണം, കാരണം ഇതിൽ നിന്ന് എക്കോ വരുന്നുണ്ട് അല്ലെ? ഓക്കെ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാം കേട്ടോ. ഇതിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, താഴെ പറയുന്നതിൽ ഏതാണ് തെറ്റ്? ചിലപ്പോൾ ഡേറ്റ് ചിലപ്പോൾ തെറ്റുണ്ടാവാം, അല്ലെങ്കിൽ ഒഫീഷ്യൽ നെയിമിന് തെറ്റുണ്ടാകാം, അല്ലെങ്കിൽ എന്താ പറയാ, എന്തെങ്കിലും ഒരു കാരണം അതിനകത്ത് ഉണ്ടാവും. അതുകൊണ്ട് വിഴിഞ്ഞം ആ ഒരു ഇതിനെ കുറിച്ചിട്ട് എന്തായാലും നിങ്ങൾ ഡീപ്പായിട്ട് പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്, ട്രിവാൻഡ്രം. ഓക്കെ, അതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔദ്യോഗിക നാമം. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. ഉദ്ഘാടനം ചെയ്തത് വിഴിഞ്ഞം തുറമുഖം അല്ലെ, ആ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 2023 ഒക്ടോബർ 15-നാണ്. ഓക്കെ, 2023 നടന്നൊരു സംഭവമാണ് അല്ലെ. 2023 ഒക്ടോബർ 15-നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്.
വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരായിരിക്കും? വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആർക്കെങ്കിലും അറിയാമോ? മാനേജിംഗ് ഡയറക്ടർ ആരാണെന്ന് കമന്റ് ചെയ്തേ. ആരായിരിക്കും മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് വരുന്നത്? ഓക്കെ, അറിയാം, ഷിജിന് അറിയാം. ദിവ്യ എസ് അയ്യർ ആണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് എന്നാണ്. ഉദ്ഘാടനം ചെയ്തത് 15 ഒക്ടോബർ 2023. ദെൻ വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടിരിക്കുന്നത് ഡോക്ടർ ദിവ്യ എസ് അയ്യർ ആണ്. ഓക്കെ, ഇനി രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞം തറക്കല്ലിട്ടതെന്നാണ്? ഉദ്ഘാടനം നടത്തിയതെന്നാണ്? ഈ ഇടക്കാണ് അല്ലെ, 2023 ഒക്ടോബർ 15 ഉദ്ഘാടനം നടത്തിയത്. എന്നാല് ഈ പദ്ധതിക്ക് തറക്കല്ലിട്ടത് 2015 ഡിസംബർ 5. ഓക്കെ, തറക്കല്ലിട്ടത് എന്നാ? 2015 ഡിസംബർ 5. ഡിസംബർ 5ന്റെ പ്രത്യേകത എന്താ? ഡിസംബർ 5 മണ്ണ് ദിനം. മണ്ണ് ദിനമായിട്ട് ആഘോഷിക്കുന്നത് എന്നാ? ഡിസംബർ 5 അല്ലെ. ഓക്കെ, അപ്പോ 2015 ഡിസംബർ 5 ഈ ഒരു വിഴിഞ്ഞം പദ്ധതി തറക്കല്ലിട്ടത്. വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത്? ഒരു മദർഷിപ്പ് വന്നു, അതിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്തത് ആരാണ്? മദർഷിപ്പിന്റെ. അത് ഈ അടുത്ത നടന്നേ ഡേറ്റ് ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? കറന്റ് അഫയർ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ജൂലൈ 11 ആണോ? ജൂലൈ 12 കേട്ടോ. ജൂലൈ 12 ഉദ്ഘാടനം നടത്തിയത്. ഓക്കെ, ജൂലൈ 12, 2024 വിഴിഞ്ഞത്തെത്തിയ ആദ്യ മദർഷിപ്പിന്റെ ട്രയൽ റൺ ഉദ്ഘാടനം നടത്തിയത് പിണറായി വിജയൻ. ഓക്കെ, പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. ഓക്കെ, ഇനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ കമ്പനി ഏതാണ്? കരാർ കമ്പനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ അദാനി ഗ്രൂപ്പ്. അദാനി ഗ്രൂപ്പ് ആണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ കമ്പനി. ഓക്കെ, അവരും കൊണ്ട് ഷെയർ ഇട്ടാണ് എന്ത് ചെയ്യുന്നത്? കരാർ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു തുറമുഖം പ്രവർത്തിക്കുന്നത്. ഓക്കെ, പ്രവർത്തിക്കാനായിട്ട് പോകുന്നത്. ഇനി ഇതിന്റെ കരാർ എന്ന് പറയുന്നത് എത്ര വർഷത്തേക്ക് ഈ അദാനി ഗ്രൂപ്പ് എഴുതി മേടിച്ചേക്കണെന്ന് അറിയാമോ? എത്ര വർഷത്തേക്കാണ്? അല്ല, 60 അല്ല കേട്ടോ. അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞത്തിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് 40 വർഷത്തേക്കാണ്. ഓക്കെ, 40 വർഷം കേട്ടോ. എഴുതിയെടുക്കുക കേട്ടോ, 40 വർഷം. ഇനി വിഴിഞ്ഞം ഉൾപ്പെടുന്ന താലൂക്ക് ഏതാ? താലൂക്ക് വിഴിഞ്ഞം ഉൾപ്പെടുന്ന താലൂക്ക് ഏതാ? നെയ്യാറ്റിൻകര താലൂക്കാണ്. ഓക്കെ, നിയമസഭാ മണ്ഡലം അതാ അപ്പോ വിഴിഞ്ഞം ഉൾപ്പെടുന്ന താലൂക്ക് നെയ്യാറ്റിൻകരയാണ്. ഓക്കെ, സമ്മതിച്ചു. എന്നാല് നിയമസഭാ മണ്ഡലം ഉണ്ട്. ഓക്കെ, അത് ഏതായിരിക്കും അപ്പോ? കോവളമാണ് കേട്ടോ. കോവളം അതാണ് നിയമസഭാ മണ്ഡലം കേട്ടോ. വിഴിഞ്ഞം ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലം കോവളമാണ്. കോവളം MLA പിവയ്ക്കുവാണ്ട് ഇത് കോവളം MLA. കാരണം എന്താ? ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കാരണം ഇത് വിഴിഞ്ഞം പദ്ധതിയിൽ ഉൾപ്പെടുന്നതായതുകൊണ്ട് കോവളം MLA ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ് കോവളം MLA? അറിയാമോ? വിൻസെന്റ്. വിൻസെന്റ്. M വിൻസെന്റ് ആണ് കോവളം MLA. ഓക്കെ, അപ്പോ വിഴിഞ്ഞം ഉൾപ്പെടുന്ന താലൂക്ക് എന്ന് പറയുന്നത് നെയ്യാറ്റിൻകരയാണ്. നിയമസഭാ മണ്ഡലം വരുന്നത് കോവളമാണ്. MLA M വിൻസെന്റ് ആണ്. ഓക്കെ, ഇനി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഒരു ലൊക്കേഷൻ കോഡ് ഉണ്ട്. ഓക്കെ, ഒരു ലൊക്കേഷൻ കോഡ് ഉണ്ട്. അതിന്റെ ലൊക്കേഷൻ കോഡാണ് INNYY1 കേട്ടോ. ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ
ലൊക്കേഷൻ കോഡ് IN NYY1. IN NYY1. ഓക്കെ. ഇതിനകത്ത് IN എന്ന് പറയുന്നത് ഇന്ത്യയെയും IN എന്ന് പറയുന്നത് ഇന്ത്യയെയും then NYY1 NYY1 നെയ്യാറ്റിൻകരയെയും സൂചിപ്പിക്കുന്നു. ഓക്കെ, നെയ്യാറ്റിൻകരയെയും സൂചിപ്പിക്കുന്നു. അപ്പോ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് വരുന്നത് IN NYY1. IN ഇന്ത്യയെയും NYY1 നെയ്യാറ്റിൻകരയെയും സൂചിപ്പിക്കുന്നു. ഓക്കെ, എഴുതിയെടുത്തില്ല എല്ലാവരും? എഴുതിയെടുത്തു. ഓക്കെ. വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തുന്ന ആദ്യ കപ്പലിന്റെ പേര് എന്താണ്? ആദ്യ കപ്പൽ ഏതാണ്? ഷെൻഹുവ 15. ഷെൻഹുവ 15. ഷെൻഹുവ 15 ഏത് രാജ്യത്തിന്റെ കപ്പലായിരിക്കും? പേരിൽ തന്നെ ഉണ്ടല്ലോ, ചൈന. ഷെൻഹുവ 15 ചൈനയുടെ കപ്പലാണ് ആദ്യം വന്നത് അല്ലെ. പിന്നെ വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ മദർഷിപ്പ് അതേതാ? അപ്പോ മദർഷിപ്പ് ഏതാ? അതറിയാം ആർക്കെങ്കിലും? ആദ്യത്തെ കപ്പല് ഷെൻഹുവയാണ്, എന്നാൽ മദർഷിപ്പിന്റെ പേര് സാൻ ഫെർണാഡോ എന്നാണ് കേട്ടോ. സാൻ ഫെർണാഡോ. ഓക്കെ, അതാണ് മദർഷിപ്പ്. നെതർലാൻഡ് കമ്പനിയുടേതാണ് കേട്ടോ അത്. നെതർലാൻഡ് കമ്പനിയുടേതാണ് സാൻ ഫെർണാഡോ. ഈ സാൻ ഫെർണാഡോക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പൽ കമ്പനിയായ മെഴ്സ്കിന്റേതാണ് സാൻ ഫെർണാഡോ. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പൽ കമ്പനിയായ മെഴ്സ്കിന്റേതാണ് സാൻ ഫെർണാഡോ. ഓക്കെ, എഴുതിയോ? സ്പെല്ലിംഗ് എന്താ എന്റെ? സാൻ ഫെർണാഡോയുടെ സ്പെല്ലിംഗ് ആണോ? അല്ലല്ല, രണ്ടാമത്തെ കപ്പൽ കമ്പനിയുടെ. മെഴ്സ്ക് കേട്ടോ, MERSK. ഓക്കെ, നെക്സ്റ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതായിരിക്കും? നമ്മളിപ്പോ എന്താ പറഞ്ഞോണ്ടിരിക്കണേ? ഇതിൽ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം വിഴിഞ്ഞമാണ്. 18 മീറ്റർ ആണ് കേട്ടോ ആഴം വരുന്നത്. 18 മീറ്റർ. ഓക്കെ, ഇനി ആഴം കൂടുതലുള്ളതിനാൽ 400 മീറ്റർ വരെ നീളമുള്ള വലിയ കപ്പലുകൾ തുറമുഖത്തേക്ക് അടുപ്പിക്കാം. ഏറ്റവും വലിയ എന്താ പറയുക, ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് അല്ലെ. നമ്മളിപ്പോ 14 വെച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് തന്നെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് വിഴിഞ്ഞം. 18 മീറ്റർ ആണ് അതിന്റെ ആഴം വരുന്നത്. അതുകൊണ്ട് തന്നെ 400 മീറ്റർ വരെ നീളമുള്ള വലിയ കപ്പലുകൾ വരെ എന്തിലടുപ്പിക്കാം? ഈ തുറമുഖത്തേക്ക് അടുപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യമാണ്. ഇതാണ് കേട്ടോ. രാജ്യത്തെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് ട്രെയിനുകൾ സ്ഥാപിക്കപ്പെടുന്ന തുറമുഖം. രാജ്യത്തെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് ട്രെയിനുകൾ സ്ഥാപിക്കപ്പെടുന്ന തുറമുഖം വിഴിഞ്ഞം. ഓക്കെ,
രാജ്യത്തെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് ട്രെയിനുകൾ സ്ഥാപിക്കപ്പെടുന്ന തുറമുഖം വിഴിഞ്ഞം. ഇനി അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം വിഴിഞ്ഞം. ഓക്കെ. നെക്സ്റ്റ് അടുത്തത് രാജ്യത്ത് ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്റർ നിർമ്മിക്കുന്നത് വിഴിഞ്ഞത്താണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. രാജ്യത്ത് ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്റർ നിർമ്മിക്കുന്നത് വിഴിഞ്ഞത്താണ്. ഓക്കെ, ആ സോഫ്റ്റ്വെയർ ഉണ്ടാവുമല്ലോ, രാജ്യത്ത് ആദ്യമായിട്ട് തദ്ദേശീയമായി വികസിപ്പിച്ചിട്ട് സോഫ്റ്റ്വെയർ ഉണ്ടാവുമല്ലോ ഇതിനു വേണ്ടിയിട്ട്. ആ സോഫ്റ്റ്വെയർ നിർമ്മിച്ചത് IIT മദ്രാസ് ആണ്. ഓക്കെ, വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ നിർമ്മിച്ചു കൊടുത്തത് ആരാണ്? IIT മദ്രാസ് ആണ് നിർമ്മിച്ചത് കേട്ടോ. ഓക്കെ, ഇപ്പൊ സോഫ്റ്റ്വെയർ നിർമ്മിച്ചത് IIT മദ്രാസ്. ഓക്കെ, അടുത്തത് എഴുതിയോ? എത്ര വരെ എഴുതിയോ? എഴുതി. ഇന്ത്യയിൽ രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള തുറമുഖം. ഇന്ത്യയിൽ രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള തുറമുഖമാണ് വിഴിഞ്ഞം. ഇന്ത്യയിൽ രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള തുറമുഖമാണ് വിഴിഞ്ഞം. അതായത് എന്താ പറയാ, കപ്പൽ പാത ഉണ്ടല്ലോ രാജ്യത്ത്. ഇപ്പൊ തൊട്ടടുത്ത് കിടക്കുന്നത് ശ്രീലങ്കയാണ് അല്ലെ. ഇപ്പൊ രാജ്യാന്തര കപ്പൽ പാതയുണ്ട് അവർക്ക്, എന്താ പറയാ, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്ക്. അതിനടുത്ത് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണെന്ന് വെച്ചാൽ അത് വിഴിഞ്ഞമാണ്. വേറൊരു തുറമുഖത്തിനും അങ്ങനെയുള്ളൊരു ക്രെഡിറ്റ് വന്നിട്ടില്ല. അപ്പൊ വിഴിഞ്ഞത്തിനാണ് അത് വന്നിട്ടുള്ളത്, ആ ഒരു ക്രെഡിറ്റ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇന്ത്യയിൽ രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള തുറമുഖമാണ് വിഴിഞ്ഞം. എത്ര കിലോമീറ്റർ ഉണ്ടാവും അപ്പോ? ഏകദേശം 19 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. ഏകദേശം 19 കിലോമീറ്റർ ദൂരം. എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ക്ലിയർ ആണ്. ഓക്കെ. ദെൻ നമുക്ക് ഇതിന്റെ ചെലവ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ചെലവാക്കിയിട്ടുള്ള തുക നമുക്ക് നോക്കണം.
അപ്പൊ ഒന്ന് എഴുതാം കേട്ടോ. ചെലവ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുക്കുക. ഇതിനാകെ ചെലവ് വന്നിട്ടുള്ള തുക എന്ന് പറയുന്നത് 8,867 കോടിയാണ്. ഓക്കെ, 8867 കോടിയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആകെ ചെലവ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഏറ്റവും കൂടുതൽ തുക ഇതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞു, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലാണ് ഈ ഒരു തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടിയാണ് ഒരു തുറമുഖം നിലവിൽ വന്നിരിക്കുന്നത്. അതിനകത്ത് തന്നെ ഈ 8,867 കോടിയില് സ്റ്റേറ്റ് കേരള ഗവൺമെന്റ് 61.5% ആണ് എന്ത് കൊടുത്തിരിക്കുന്നത്, അവരുടെ ഷെയർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചെലവാക്കിയ തുക 61.5%. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇതെന്ന് പറയുന്നത് ഒരു 6,000 ഒരു എന്താ പറയാ അത്രയും ഒരു കോടിയോളം തന്നെ വരും എന്ന് തോന്നുന്നു ഏകദേശം. പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഷെയർ എന്ന് പറയുന്നത് 9.6%. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പറഞ്ഞു 61.5%. സെൻട്രൽ ഗവൺമെന്റിന്റേത് 9.6% കേട്ടോ. ഓക്കെ, 9.6%. ദെൻ അടുത്ത ആരാ വരുന്നേ? ഒരാളും കൂടി ഉണ്ടല്ലോ, അദാനി ഗ്രൂപ്പ്. അദാനി ഗ്രൂപ്പ്. അവരുടെ ഷെയർ എന്ന് പറയുന്നത് 28.9% കേട്ടോ. 28.9%. ഓക്കെ, അപ്പോ ആകെ ചെലവ് 8,867 കോടി. അതിനകത്ത് 61.5% സ്റ്റേറ്റ് ഗവൺമെന്റ്, 9.6% സെൻട്രൽ ഗവൺമെന്റ്, ആൻഡ് ദെൻ അദാനി ഗ്രൂപ്പ് 28.9%. ഓക്കെ, രണ്ട് ചോദ്യങ്ങളും കൂടി എഴുതാം നമുക്ക്. 2023 സെപ്റ്റംബറിൽ ISPS സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങൾ. വിഴിഞ്ഞം, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ. ഓക്കെ, വിഴിഞ്ഞം, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. വിഴിഞ്ഞം തുറമുഖത്തിന് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ്. ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് ബ്രാക്കറ്റിൽ എഴുതുക ISPC.
അംഗീകാരം ലഭിച്ചത്, ISPC അംഗീകാരം ലഭിച്ചത് ഏപ്രിൽ 2024. ഓക്കെ, ഏപ്രിൽ 2024. ഓക്കെ, എഴുതിയോ? എഴുതി. ഇനി നമ്മുടെ കേരള തുറമുഖ വകുപ്പ് മന്ത്രി ആരാ ഇപ്പോഴത്തെ? ആരാണ് കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി? VN Vasavan. VN വാസവൻ കേട്ടാ. VN വാസവൻ ഒന്ന് എഴുതി വെക്കുക. കേരള തുറമുഖ വകുപ്പ് മന്ത്രി, കേരള തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ. ഓക്കെ, ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ വരാം. ഓക്കെ, ഇനി കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ആരാ? കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ആരാ? അറിയാമോ ആർക്കെങ്കിലും? ജിതേഷ് അറിയാമോ? ഇല്ല. സർബാനന്ദ സോനോവാൾ കേട്ടോ. സർബാനന്ദ സോനോവാൾ കേട്ടോ. അപ്പൊ കേരള തുറമുഖ മന്ത്രി VN വാസവൻ, കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ. കുറച്ചു കാര്യങ്ങളും കൂടി ഉണ്ട്, 6 പോയിന്റ്സും കൂടി ഉണ്ട്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ചിട്ട് എല്ലാവരും എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം. ക്വസ്റ്റ്യൻസ് എന്തായാലും ഇതിൽ നിന്ന് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയാ, നാളെ എന്താ പ്രത്യേകത? നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? എന്താ കേട്ടില്ല? നാളെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് LDCയുടെ അല്ലേ? ആരെങ്കിലും ഉണ്ടോ തിരുവനന്തപുരം? ആരെങ്കിലും ഉണ്ടോ നാളത്തേല്? ആരും ഇല്ല അല്ലേ? ഇല്ല. അപ്പൊ നാളെ നിങ്ങളൊരു കാര്യം ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യണം. നമുക്കറിയാൻ പറ്റും ഏത് മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് നാളത്തെ എക്സാമ്പോടോടുകൂടി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ ആരും തന്നെ മിസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. എല്ലാവരും എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്, കറന്റ് അഫയേഴ്സ് ഏതൊക്കെ വർഷങ്ങളിലെയാണ് വന്നിരിക്കുന്നത്, പിന്നെ മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, ആ 3 സബ്ജക്റ്റുകളില് ക്വസ്റ്റ്യൻസ് എങ്ങനത്തെ രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നാളെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം കേട്ടോ. ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ അനലൈസ് ചെയ്തുകൊണ്ടായിരിക്കണം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ പഠിത്തം ഉണ്ടായിരിക്കേണ്ടത്. ക്ലിയർ ആയോ പറഞ്ഞത്? ആരും മിസ് ചെയ്യാൻ പാടില്ല. LDയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നാളെ നമുക്ക് പുറത്ത് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോ അത് നോക്കുക. അത് നോക്കിയിട്ട് തന്നെ ഓരോ ഏരിയകൾ ഉണ്ടാവും. ഇവിടെ നിന്നൊക്കെയാണ് ഏരിയകൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നിയമങ്ങൾ, സുപ്രധാന നിയമങ്ങളുണ്ട്, അതുപോലെ തന്നെ കേരള ഭരണ സംവിധാനങ്ങളുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്. എന്താ പറഞ്ഞ ഇപ്പൊ? ഓക്കെ, അപ്പോ പല പല മേഖലകളിൽ നിന്ന്, അതായത് ഏതൊക്കെ മേഖലകളിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നതെന്ന് നോക്കുക. അപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുപ്രധാന നിയമങ്ങളിൽ വിവരാവകാശ കമ്മീഷനുമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണോ അവിടെ വന്നിരിക്കുന്നത്, പ്രസ്താവനയാണോ അല്ലെങ്കിൽ വൺ വേർഡ് ആണോ എന്ന് നോക്കുക. തുടർന്ന് അതിനോടനുബന്ധിച്ച് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് എക്സാം വരുന്നത് ഒക്ടോബർ 5-നാണ് അല്ലെ? ഓക്കെ, അപ്പൊ ആ ഒരു ടൈം പീരീഡ് നാളെ തുടങ്ങി ഒക്ടോബർ 5 വരെയുള്ള ആ ഒരു ടൈം പീരീഡ് മാത്രമാണ് നമുക്കുള്ളത്. പ്രധാനമായിട്ടും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, അതിൽ നിന്ന് ഏരിയ കണ്ടെത്തുക, ദെൻ പഠിക്കാനായിട്ട് തുടങ്ങുക. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത് മിസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല.
then നമുക്ക് നോക്കാം, ഡിസ്കഷൻ ചെയ്യാം ട്ടോ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, then വൈൻഡപ്പ് ചെയ്യട്ടെ. ഓക്കെ മിസ്. താങ്ക് യു മിസ്. താങ്ക് യു. വിഴിഞ്ഞം പദ്ധതി തുറമുഖങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ.